തന്നെ എല്ലാവർക്കും കിടിലായിട്ട് അഭിനയിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച്. ഷെയ്ൻ വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ. കിടില അഭിനയം, കിടില ഇമോഷൻ എല്ലാം വേറെ ലെവൽ. എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമ. ബ്രോ പടം തൂക്കി, പടം കൊല തൂക്ക്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പടം കൊണ്ടുപോയി. ഷെയ്ൻ്റെ തിരിച്ചുവരവാണ്. RDXന് ശേഷം നല്ലൊരു തിരിച്ചുവരവ് ഷെയ്ൻ്റെ. പിന്നെ എടുത്തു പറയാനുള്ളത് ഫൈറ്റാണ്. ഓരോ ഫൈറ്റും ഫ്രെയിമും ഈച്ച് സീൻ ബൈ സീൻ എല്ലാം പക്കയാണ്. ആൻഡ് ടൈലൻറ്റ് ഒരു സസ്പെൻസ് ഉണ്ട് ഒരാളെ, അത് ഞാൻ പറയില്ല. പക്ഷേ കിടുക്ക് സാധനം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരു ഫൈറ്റ് ഭയമാർക്ക് കണ്ടിരിക്കുക. മൾട്ടി ഷെയ്നിക ഒരു രക്ഷയില്ല, കിടില ആക്ഷൻ. RDXന് ശേഷം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പയ്യൻ. അതായത് നമുക്ക് RDX വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ റേഞ്ച് ഒന്നല്ല, RDX വൈബ് കുറച്ച് ഫീൽ ചെയ്തു. ഇവർ 4 പേരാണ് ഈ പടത്തിൻ്റെ ബാക്ക് ബോൺ. അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അവർ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആൽഫോൺസ് പുത്രനെ ആണെങ്കിൽ സെൽവരാജാണ്, പൂർണ്ണിമ, അവരെല്ലാം നെഗറ്റീവ് റോളാണ്. ഇവരെല്ലാം അതുപോലെ ഡയറക്ടർ അവർക്ക് അത്ര ആ ഒരു ഇമോഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് അത്ര ഒരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ആ ബിൽഡപ്പ് അതുപോലെ കൊണ്ടുപോകാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും പടം വേറെ രീതിയിൽ കബഡിയും കാര്യങ്ങളൊക്കെ മാറി പടം വേറെ രീതിയിലോട്ട് പോയി ആക്ഷൻസിലോട്ട് കയറാണ്. നമുക്ക് ആ പടം കാണുമ്പോൾ അവരെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ഫീലൊക്കെ വരും. ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു ടിപ്പിക്കൽ ടൈപ്പ് തമിഴ് പടമാണ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ഇറക്കിയതേ ഉള്ളൂ. അതുപോലെ അങ്ങ് ഹാപ്പി ജനിക്കുന്ന നോർമലായിട്ട് ഇറക്കേണ്ടതിന് വേറൊരു വെറൈറ്റി പിടിച്ചു. അത് മാത്രം കുറച്ച് ഇതായിട്ട് തോന്നി. എന്നിരുന്നാലും പടം മോശമല്ല. ഇന്നലെ ഇറങ്ങിയ കൂറ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് സൂപ്പർ പടമാണ്. വേറെ ഒന്നും നോക്കാൻ. ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ഫിലിമും നമുക്ക് കൊറോണ പ്രിപ്പറേഷന് ശേഷം ഷൈനിൻ്റെ കാലമാണെന്ന് തോന്നുന്നു. കാരണം RDX ഒക്കെ വന്ന് നമുക്ക് ഇന്ന് നമ്മളെ മനസ്സിൽ നിൽക്കുന്ന ഷൈൻ ഒരു പ്രത്യേക പേരുണ്ട്. ആക്ഷൻ മുത്തേ ഒരു രക്ഷയില്ല, കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റണ്ടൊക്കെ നമുക്ക് ഒരിക്കൽ കൂടെ വന്ന് തിയേറ്ററിൽ കാണാൻ തോന്നും. ബട്ട് വൺ ടൈം വാച്ചബിളാണ് തിയേറ്റർ എബോ ആവറേജ് നിലയിൽ. കുറേ ഈ ആഴ്ച വന്നതിൽ ഈ ഫിലിം തൂക്കി. ആ ഒരു ഇതിൽ മൾട്ടി തൂക്കി. ഈ ആഴ്ചത്തെ ഫിലിം മൾട്ടി തൂക്കിയിട്ടുണ്ട്. ആക്ഷനിലും ആ ഒരു മറ്റു ഫീൽഡിലൊക്കെ പക്കയായിട്ട് തൂക്കിയിട്ടുണ്ട് ഈ ആഴ്ച.